ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഇഡ്ഡലി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പച്ചരിയോ ഉഴുന്നോ ചോറോ ഒന്നും തന്നെ ഇല്ലാതെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ വൈറ്റ് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് അളവിലാണ് ഞാനിവിടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1.25 കപ്പ് അളവിൽ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പോരാന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു 1.5 കപ്പ് പുട്ടുപൊടിക്കാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് ഇളക്കി കൊടുത്തപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നോക്കാം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റും. ഇനി ഇതിലേക്ക് ആ ഒരു കപ്പിൽ തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരേക്കും 2.5 കപ്പ് വെള്ളമായിട്ടുണ്ട് 250 ml കപ്പിൻ്റെ അളവിന്. ഇത്രയും മതി. ഇപ്പോൾ ഇതാ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു പുട്ടുപൊടി എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ള അവൽ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ ഇതൊന്ന് കുതിർന്ന് വരാനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ് ആയതിനു ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുതിർന്ന് വന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു പലഹാരം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു പുട്ടുപൊടി കുതിർന്ന് കിട്ടിയൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഒരു പകുതി മുക്കാലോളം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു അവലിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് നമ്മൾ എത്രത്തോളം കുതിർത്തെടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് കുതിർന്നെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് തുറന്ന് നോക്കാം. ഞാനിനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നോക്കുന്നുണ്ട്. ഈ മാവ് നമ്മൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ദാ ഈ ഒരു പരുവത്തിൽ വേണം ഈ മാവ് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചിരകിയെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ദാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പിനാണ് ഞാനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അതുകൊണ്ട് അതിൻ്റെ പരുവം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റാണ്. ദാ ഈ ഒരു പരുവമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ആ ഒരു പരുവം. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ടാണ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് മാവ് നിറച്ച് കൊടുക്കുന്നില്ല. ഇത് പുറത്തോട്ട് ഒലിച്ചു പോവാത്ത രീതിയിൽ ആ ഒരു കുഴിയിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഞാനിത് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുത്താലും മതി. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 15 മിനിറ്റ് സമയം വരെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ കുഴിയിൽ നിന്നും ഇളക്കി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഇഡ്ഡലിയേക്കാളും ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടാണ് ഈ ഒരു ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ വെള്ളം നനച്ച് കൊടുക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ആ വക്കിലൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ട് മാവ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് വെള്ളം ഇതിൻ്റെ അറ്റത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇളകി കിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്.
ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു ഇഡ്ഡലി റെഡിയായി കിട്ടി. സാധാരണ ഇഡ്ഡലിക്ക് നമുക്ക് കറിയായിട്ട് ചമ്മന്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറൊക്കെയാണ് ചേരുന്നത്. ഈ ഒരു ഇഡ്ഡലിക്ക് നമുക്ക് ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിക്കറിയോ കടലക്കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.